നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയം ഉയർത്തിയാണ് ക്യാമ്പയിൻ. കടലിൽ മുങ്ങിയ കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും അവശിഷ്ടങ്ങളിൽ മത്സ്യബന്ധന വലകൾ കുരുങ്ങി. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ വലകൾക്ക് നാശം സംഭവിക്കുന്നത് പതിവ്. അഴീക്കലിൽ നിന്നും കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബോട്ടിന്റെ വലകളും നശിച്ചു. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ മനസ്സ് ബിഷപ്പ് രഹിത നാട് പദ്ധതികൾക്ക് തുടക്കം. സഹപാഠിക്കൊരു കൈത്താങ് പദ്ധതിക്കും തുടക്കമായി. SPC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയം ഉയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ജില്ലയിൽ 40 കേന്ദ്രങ്ങളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്ത് കേബിൾ TV മേഖലയിലും ഇന്റർനെറ്റ് മേഖലയിലും വളരെ ഉയർന്ന സ്ഥാനങ്ങൾ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇന്ന് കേരളത്തില് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ബഡ്ജറ്റിന് അനുകൂലമായിട്ടുള്ള താരിഫുകൾ നിശ്ചയിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധ സേവനങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ്. ഓൺലൈൻ പർച്ചേസും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ തകർത്തെറിയുകയാണ്. ഈ രീതി പ്രാദേശിക വ്യാപാരികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, നാടിന്റെ സമ്പത്ത് നമ്മുടെ നാടിനും സംസ്ഥാനത്തിനും രാജ്യത്തിനും തന്നെ പുറത്തേക്ക് പോകുന്നു എന്നത് ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഓൺലൈൻ ഷോപ്പിംഗും സ്വദേശ വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ ചെയിൻ ഷോപ്പുകളും ചെറുകിട കച്ചവട മേഖലകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതോടൊപ്പം നാടിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ അപകടകരമായ അവസ്ഥയും ചെറുകിട വ്യാപാരികൾ നിലനിൽക്കേണ്ടതായ നാടിന്റെ ആവശ്യകതയും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സൗത്ത് വിഷൻ ബോധവൽക്കരണ ക്യാമ്പയിന് കൊല്ലം ജില്ലയിൽ തുടക്കം കുറിച്ചത്. ജില്ലയിലെ 40 കേന്ദ്രങ്ങളിൽ സൗത്ത് വിഷൻ ചാനലിന്റെ ഒരു പ്രോഗ്രാം ടീം സഞ്ചരിച്ച് ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പൊതുജനങ്ങളുമായി സംവദിക്കുകയും മേൽപ്പറഞ്ഞ അപകടം അവരെ ബോധ്യപ്പെടുത്തി പൊതുജനങ്ങളെ പ്രാദേശിക കച്ചവട മേഖലകളിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യം. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയത്തോടുകൂടി സൗത്ത് വിഷൻ ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം കൊല്ലം രാമവർമ്മ ക്ലബ്ബിൽ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷക്കണക്കിനായിട്ടുള്ള ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുള്ളതാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തെ സംബന്ധിച്ച് പുതിയ ഒരു കോർപ്പറേറ്റ് സംസ്കാരം കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം അത് ചെറിയ സൂപ്പർ മാർക്കറ്റുകളായി കടന്നു വന്നു. പിന്നെ അത് വലിയ മാളുകളായി, ലുലു മാളുകളായി, ഒബ്രോഡ് മാളായി, കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാളുകളുണ്ട്. മോറായി, റിലയൻസായി. അങ്ങനെ പണ്ട് ചെറുകിട വ്യാപാര മേഖലകൾ എവിടെയൊക്കെയാണോ സജീവമായിരുന്നത് അവിടെയൊക്കെ ഇത്തരം മാളുകൾ രൂപപ്പെട്ടതോടുകൂടി തൊഴിലില്ലാതെ പോയ അനാഥമാക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുകിട വ്യാപാര മേഖലകളുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. സൗത്ത് വിഷൻ ചെയർമാൻ ബിനു P അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് വിശദമായുള്ള അവരുടെ ആശയങ്ങളും ചർച്ചകളും ഈ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മുടെ ഈ പരിപാടി 40 കേന്ദ്രങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ നാട്ടിലുള്ള ജനങ്ങളുമായി സംവാദിച്ച് അവരിലുണ്ടാകുന്ന ഈ നാടിന് നഷ്ടപ്പെടുന്ന പൈതൃകം അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനുള്ള അവസരമാണ്. ഇത്തരം പരിപാടിയിലാണ് എല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. സൗത്ത് വിഷൻ മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് വിഷയം അവതരിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് എയർടെല്ലിനെയോ അല്ലെങ്കിൽ ടാറ്റയോ അല്ലെങ്കിൽ ഫ്രഷിനെയോ മോറിനെയോ ഒന്നുമല്ല. ആദിത്യ ബിർളയും ടാറ്റയും ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ ഇപ്പോൾ പത്തനാപുരം, കൊല്ലം ജില്ലയിലെ മറ്റൊരു ഗ്രാമപ്രദേശമായ പത്തനാപുരം, ആ പത്തനാപുരത്തേക്കാണ് അടുത്ത ലുലു മാളിന്റെ കടന്നുവരവ്. രാഷ്ട്രീയം മാറ്റിവെക്കൂ, മതപരമായ ചിന്തകൾ മാറ്റിവെക്കൂ, സംഘടനാപരമായ വേർതിരിവുകൾ മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായി കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് പറയാൻ കഴിയണം, കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതമാർഗം നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള മാളുകൾ ഇനി കേരളത്തിൽ വരാൻ പാടില്ല.
വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജ്യോതികുമാർ വി.എസ്., വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി മഞ്ജു സുനിൽ, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ട്രഷറർ ഗിരീഷ് തക്കടം, യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ജില്ലാ സെക്രട്ടറി ഓസ്റ്റിൻ ബെന്നൻ, സൗത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ബാബു പി, സിഒഎ ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ, സിഒഎ ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള ജി തുടങ്ങിയവർ പങ്കെടുത്തു. വിഭാഗവും കൈവയ്ക്കുവാൻ മുതിർന്നിട്ടില്ലാത്ത ഒരു മേഖലയിലേക്ക് സൗത്ത് വിഷൻ കൈവച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നില്ല, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വിനാശകരമായ ഒരു വിഷയം, അത് അതിൻ്റെ ഗൗരവത്തിലെടുക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് അതിൻ്റെ ഗൗരവം കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി സൗത്ത് വിഷൻ ഏറ്റെടുക്കുന്ന ഈ ദൗത്യത്തിൽ 100% കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതിന്റെ പ്രവർത്തകരും നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും ഉണ്ടാകുമെന്ന് GS താജുഗോപാൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മലയാള ഭാഷാ അധ്യാപകൻ തെക്കേ ഭാഗത്ത് KP ഭാസ്കരൻ പിള്ള അനുസ്മരണം മൈനാഗപ്പള്ളിയിൽ നടത്തി. തെക്കേ ഭാഗത്ത് KP ഭാസ്കരൻ പിള്ള ഫൗണ്ടേഷനാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ആദരവ്, പുസ്തക പ്രകാശനം, സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഗ്രന്ഥകർത്താവും മലയാള ഭാഷാധ്യാപകനുമായിരുന്ന തെക്കേ ഭാഗത്ത് KP ഭാസ്കരൻ പിള്ള അനുസ്മരണം നടത്തി. തെക്കേ ഭാഗത്ത് KP ഭാസ്കരൻ പിള്ള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മൈനാഗപ്പള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോവൂർ കുഞ്ഞുമോൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് തരത്തിലായിരിക്കണം അതുണ്ടാകേണ്ടത്, അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ജീവിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഏറ്റവും ഇഷ്ടവും അടുപ്പവും ബഹുമാനവും ഒക്കെയുള്ള ഒരു കുടുംബമാണ് തെക്കേ ഭാഗത്ത് കുടുംബം. അപ്പോൾ KP സാറ് ഉയർത്തിയെടുത്തിയ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ ഇപ്പോഴും കാത്തു സംരക്ഷിക്കപ്പെടുകയും, അതാണ് KP സാറിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ പറയാൻ കഴിയുന്ന വാക്കുകൾ. ഇവിടെ പ്രഗത്ഭമതികളായിട്ടുള്ളവർ നമ്മുടെ ഒരുപാട് പേർ. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ ഭാസ്കര സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ ബെന്യാമിന് സമ്മാനിച്ചു. അത്തരത്തിലുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ എടുക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വായന നമുക്കുണ്ടായിരുന്നത് അറിവ് ആർജിക്കുക എന്ന് പറയുന്ന തരത്തിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു വായനയാണ്. സത്യത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ IT-യുടെയും അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ കാലത്ത് നമ്മൾ അറിവ് നമ്മുടെ ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടി വായിക്കുക എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് വ്യർത്ഥമായി മാറിയിട്ടുണ്ട്. കോട്ടയം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാർ പുരസ്കാര സമർപ്പണം നടത്തി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ KB ശെൽവമണി ജൂറി റിപ്പോർട്ടും പ്രശംസയും നടത്തി. അഡ്വക്കേറ്റ് ബിജു കുമ്പളയിൽ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാറിനെ പരിചയപ്പെടുത്തി. ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിച്ചു. ചവറ KS പിള്ള പുസ്തകം പരിചയപ്പെടുത്തി. KP ഭാസ്കരൻ പിള്ളയുടെ 8ാമത്തെ പുസ്തകം കുട്ടികളുടെ കഥാചന്ദ്രിക ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ പ്രകാശനം നിർവഹിച്ചു. ചവറ KS പിള്ള പുസ്തക പരിചയം നടത്തി. എഴുത്തുകാരനും D വിനയചന്ദ്രൻ പുരസ്കാര ജേതാവുമായ PK അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രണയകുടീരത്തിൽ നിന്നെയും കാത്ത് എന്ന സ്വാതികൃഷ്ണയുടെ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. P ശിവപ്രസാദ്, എബി പാപ്പച്ചൻ, S ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ജീവകാരുണ്യ പ്രവർത്തന ധനസഹായ വിതരണം നടത്തി. ശാസ്താംകോട്ട SI KH ഷാനവാസ് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം മൈനാഗപ്പള്ളി മന്മഥൻ നായർ നിർവഹിച്ചു. B വിഷ്ണു, അഡ്വക്കേറ്റ് ശൂരനാട് ചന്ദ്രശേഖരൻ, ബിജികുമാരി, KP ദിനേശ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. DMK സംസ്ഥാന നേതൃയോഗം പുനലൂരിൽ നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ കേരളത്തിൽ ഉപയോഗിക്കാൻ അനുമതി തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിച്ചതായി സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ പറഞ്ഞു. DMK സംസ്ഥാന നേതൃയോഗമാണ് പുനലൂരിൽ നടത്തിയത്. പുനലൂർ ജെംസ് അരീന ഓഡിറ്റോറിയത്തിൽ ചേർന്ന നേതൃയോഗം സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ DMK സ്ഥാനാർത്ഥികൾ വ്യാപകമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനുള്ള അനുവാദം ചെന്നൈയിൽ നിന്നും ലഭിച്ചു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ പാർട്ടിക്ക് കേരളത്തിൽ ഉപയോഗിക്കാൻ അനുവാദം തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പാർട്ടി ഇതിനോടകം സമീപിച്ചതായും മുരുകേശൻ വ്യക്തമാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ പുനലൂരിൽ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്, ഇടുക്കിയിൽ നടത്തുന്നുണ്ട്, പാലക്കാട് നടത്തുന്നുണ്ടെന്ന്. ഇവർ നമ്മളെ ഓരോരോ കാര്യം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ രജിരാജ് എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടത് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കണം, സാർ നമുക്ക് പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ മത്സരിക്കണം, MLA ഇലക്ഷൻ മത്സരിക്കണം എന്ന്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ കേരളം മൊത്തമുള്ള ആൾക്കാരെ ഞാൻ അവിടെ ചെന്നൈയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ പാർട്ടി ഓഫീസിൽ സന്ദർശിച്ചു. മുഖ്യമന്ത്രി കുറേ ആളുകൾ കണ്ടു, പിന്നെ ബാക്കി ഡെപ്യൂട്ടി CM ഇവിടെ പുനലൂർ എല്ലാ ആൾക്കാരും കണ്ടു. അപ്പോൾ നമുക്ക് 1 ലഡ് കിട്ടുന്നാണ് പോയത്, അവിടെ കിട്ടിയത് 3 ലഡാണ് കിട്ടിയത്. അവർ പഞ്ചായത്ത് ബോർഡ് മാത്രമല്ല, പഞ്ചായത്ത് ബോർഡ് ഇലക്ഷനിൽ മത്സരിക്കാൻ ചിഹ്നം തരാം, അത് അവർ കൺഫേം പറഞ്ഞ്. അതുപോലെ വരുന്ന അസംബ്ലി ഇലക്ഷനിലെ ഈ തമിഴ് മേഖല ബാർഡർ ഉള്ള സ്ഥലങ്ങളിൽ 3 പേര് നമുക്ക് മത്സരിക്കണം. അതിനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ പാർട്ടി തന്നെ മത്സരം ഉണ്ടായി. ഇപ്പൊ അവർ 3 എന്നുള്ളത് ഇപ്പൊ 5 വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇപ്പൊ നമുക്ക് അവർ പറഞ്ഞത് ഇടുക്കി, പാലക്കാട്, കൊല്ലം. ഇപ്പോ തിരുവനന്തപുരം വേണമെന്ന് ആവശ്യപ്പെട്ടു, വയനാട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ 5 ആയി. ഇനിയിപ്പോ എത്ര വേണമെന്ന് അറിയത്തില്ല. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ പുനലൂർ നിർവാഹികൾ പറഞ്ഞതുപോലെ സാമ്പത്തികം വേണമെന്ന്. നിങ്ങൾക്ക് ആദ്യം ഏതൊരു വാർഡുകളിലെ മത്സരിക്കണമെന്ന് തീരുമാനിക്കണം ആദ്യം. KS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. DMK കൊല്ലം ജില്ലാ സെക്രട്ടറി S രജിരാജ് സ്വാഗതം പറഞ്ഞു. DMK നേതാക്കളായ ചിറ്റാർ രവിചന്ദ്രൻ, ചൊക്കംപെട്ടി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് MK സെൽവകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ അനീഷ്, റഫീഖ, ജനാർദ്ദനൻ, ദുരൈ പേച്ചിമുത്തു എന്നിവർ പങ്കെടുത്തു. സംഘടനയുടെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. ശ്യാംലാൽ, AK നവാസ്, അജ്മൽ ബിൻ ജമാൽ, സദാശിവനാചാരി, അജയകുമാർ, ഷാജി സുലൈമാൻ, ഹരി പുനലൂർ, ജോൺസൺ കൊട്ടാരക്കര തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടന്ന ചർച്ചകൾക്ക് റിനു രാജൻ കിഴക്കേക്കര, അജിത്ത് ചെങ്ങമനാട്, അച്ചു ബിലാൽ, രാമർ ശ്രീനിവാസ്, ദിനേശൻ പ്ലാച്ചേരി, അയ്യപ്പൻ പുനലൂർ, ഫസലുദ്ദീൻ, അയ്യപ്പൻ മഞ്ഞമൺകാല, ലാൽജി മോഹൻ, റാണി ആദിത്യ, ഗീതാകൃഷ്ണൻ, ഗിരിജ, ഹേമ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ വലകൾക്ക് നാശം സംഭവിക്കുന്നത് പതിവാകുന്നു. കടലിൽ മുങ്ങിയ കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും അവശിഷ്ടങ്ങളിൽ മത്സ്യബന്ധന വലകൾ കുരുങ്ങുന്നതാണ് വലകൾ നശിക്കാൻ കാരണമാകുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത്. അഴീക്കലിൽ നിന്നും കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബോട്ടിന്റെ വലകളും നശിച്ചു. കഴിഞ്ഞ ദിവസം അഴീക്കലിൽ നിന്നും കടലിൽ പോയ പൊങ്കാല ബോട്ടിലെ വലകളാണ് നശിച്ചത്. കപ്പലപകടത്തെ തുടർന്ന് കപ്പലിൽ നിന്നും വീണ അവശിഷ്ടങ്ങളിലും കണ്ടെയ്നറുകളിലും കുരുങ്ങിയാണ് വലകൾ നശിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വല പൂർണ്ണമായും നശിക്കുന്നതുകൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടായി വരുന്നത്. വലയുൾപ്പെടെ നശിച്ചാൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭിക്കുന്നുമില്ല. GPS സംവിധാനം ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തമാക്കി നൽകണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുകയാണ്. ഫിഷറീസ് വകുപ്പാകട്ടെ വലകൾ നശിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പൂക്കോട്ട് കരയോഗം രംഗത്തെത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകണമെന്നും വലകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നും കരയോഗം ആവശ്യപ്പെട്ടു. വലകൾ നശിക്കുന്ന സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പൂക്കോട്ട് കരയോഗം. കഴിഞ്ഞ 2 ആഴ്ചയോളമായി നിരവധി ബോട്ടുകളിലെ വലകളാണ് കടലിലെ അവശിഷ്ടങ്ങൾ കുരുങ്ങി നശിച്ചത്. ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ജോലിയില്ലാതാകുന്ന സാഹചര്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ മനസ്സ്, വിശപ്പ് രഹിത നാട്, സഹപാഠിക്കൊരു കൈത്താങ്ങ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നടത്തി. SPC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അമ്മ മനസ്സ്, വിശപ്പ് രഹിത നാട്, സഹപാഠിക്കൊരു കൈത്താങ്ങ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നടത്തിയത്. സ്കൂൾ മുറ്റത്ത് മാവിൻ ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു പരിപാടി. അമ്മ മനസ്സ് പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. പിന്നെ അത് പൊളിച്ച് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഇതേപോലെ ഫംഗ്ഷൻ വരുമ്പോൾ പറയും ആ ഫംഗ്ഷൻ കഴിയട്ടെ, ഈ ഫംഗ്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഓഡിറ്റോറിയം ഒക്കെ പൊളിച്ചു തരാൻ ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ 1-2-3 വർഷം അങ്ങനെ പോയി. ഞാൻ അന്നത്തെ PTA പ്രസിഡന്റിനോടും ഒക്കെ നിരന്തരം പറയുകയാണ്, പൊളിച്ചു തരാൻ താമസിച്ചു കഴിഞ്ഞാൽ പണി അത്രയും താമസിക്കും. പിന്നെ നമ്മൾ പൊളിച്ചു തന്നു, സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വേണം ഡിസൈൻ ചെയ്ത് അതിനൊക്കെ അതിൻ്റെതായ താമസമുണ്ട്. നമ്മൾ കയറി ഇറങ്ങി നടക്കുകയാണ്.
ഇന്നിപ്പോൾ ആ ഫയല് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലുണ്ട്. അദ്ദേഹം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ഉൾപ്പെട്ട് ടെക്നിക്കൽ സാങ്ഷൻ തരുന്നതോടുകൂടി ടെൻഡർ ചെയ്യും. നല്ലൊരു കോൺട്രാക്ട് ആണെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് പണി പെട്ടെന്ന് തീർത്തുകൊണ്ട് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് സ്കൂളിൽ കിട്ടണം. നിങ്ങൾക്ക് അവിടെ ഹൈസ്കൂളിന് വേണ്ടി തരാം. പിന്നെ കുറച്ച് പരാതികളൊക്കെ മാധ്യമങ്ങളോട് കണ്ടു. ഇവിടെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടാണ്. അത് ലാബ് സൗകര്യങ്ങളില്ല, ലാബിൻ്റെ ഫെസിലിറ്റി ഇല്ല. അത് പൊതുമധ്യത്തിൽ ഗവൺമെന്റിനെതിരെയുള്ള പരാതിയായിട്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും പ്രാധാന്യം കൊണ്ട് നൽകുന്നതാണ്. അത് മുഖവരിക്കെടുക്കുകയാണ് ആ വിമർശനങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ്. അതിനകത്ത് ഗവൺമെന്റിന്റെ ഈ റിപ്പോർട്ടുകളടക്കം, പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളടക്കം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അന്വേഷണം നടക്കുകയാണ്. പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ഇതെല്ലാം വളർത്തിയെടുക്കാൻ ഉതകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കണം, ഏത് തലത്തിലേക്കാണ് നമ്മുടെ മക്കൾ വളരേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ SPCയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനത്തിൽ നമ്മുടെ അവരുടെ ആ പ്രവർത്തന ശൈലി കണ്ടാൽ അവർ പേരൻസിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സ്കൂളിൽ 3 പ്രോജക്റ്റുകളാണ് ഏറ്റവും ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന മനസ്സ്. നമ്മുടെ മക്കളോടൊപ്പം മക്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നമ്മുടെ അമ്മമാർ. എല്ലാ കാര്യങ്ങളും അമ്മമാരോടാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ കേൾക്കാനുള്ള ഒരു മനോഭാവമാണ് ആദ്യം നമ്മുടെ പേരൻസ് വളർത്തിയെടുക്കേണ്ടത്. വിശപ്പ് രഹിത നാട് പദ്ധതിയുടെ ഉദ്ഘാടനം ചവറ SHO M ഷാജഹാനും സഹപാഠിക്കൊരു കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം സൈക്കോളജിസ്റ്റ് ഡോക്ടർ മുരളി മോഹനും നിർവഹിച്ചു. നമ്മളെല്ലാം കളക്ടറുടെ ബംഗ്ലാവിലോട്ട് താമസം മാറ്റി. ഇതാണ് മെന്റൽ പവർ. അവള് കറക്റ്റായിട്ട് 22 വയസ്സായപ്പോൾ അവർക്ക് IAS കിട്ടി. IAS കിട്ടിയിട്ട് അച്ഛനും അമ്മയും എല്ലാം കൂടെ കളക്ടറുടെ ബംഗ്ലാവിലോട്ട്. ഓരോ കുട്ടിയുടെയും വിൽ പവർ അനുസരിച്ച് അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോകും. അപ്പൊ കുട്ടികളുടെ ശരീരത്തിന്റെ ആരോഗ്യമല്ല പ്രധാനം. പക്ഷെ അമ്മമാര് ഇഡ്ഡലി കൊടുക്കും, ദോശ കൊടുക്കും, മോനെ ഒരു ഇഡ്ഡലിയും കൂടെ തിന്നെന്ന് പറയും, മുട്ട കൊടുക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ശരീരം വളരുന്നതിനോടൊപ്പം എന്ത് വളരണം? ശരീരം വളരുന്നതിനോടൊപ്പം നമ്മുടെ എന്തും വികസിച്ചു വരണം. അപ്പൊ ഒരു കുട്ടി റാങ്ക് വാങ്ങിക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുള്ള വീട്ടിലുണ്ടായിട്ടും പഠിച്ച IAS എടുക്കുന്നു. ഈ അടുത്ത കാലത്ത് തൊഴിലുറപ്പിന് പോകുന്ന ഒരു അമ്മയുടെ മക്കള് IAS കിട്ടിയ പേപ്പറിലുണ്ടായിരുന്നു. SPC CPO IGG സ്വാഗതം പറഞ്ഞു. SPC ഗാർഡിയൻ പ്രസിഡന്റ് നാസറുദ്ദീൻ, സീനിയർ അസിസ്റ്റന്റ് ആനന്ദ് ജോത്സ്ന, സ്റ്റാഫ് സെക്രട്ടറി സരിത GS, C സുഗുണൻ, S രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു കടമയുള്ള അമ്മമാരെയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവം, വളർച്ച ഇവയെല്ലാം നിർണ്ണയിക്കുന്നതിൽ അമ്മമാരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. 2010 SPC തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഈ ആശയം ഊന്നിക്കൊണ്ടുകൊണ്ടാണ് സമൂഹത്തെ ഉടച്ചു വാർക്കാമെന്നുള്ള ആശയത്തിൽ ഊന്നിയാണ് SPC തുടങ്ങിയത് തന്നെ. ഒരു അമ്മ എന്നാൽ എങ്ങനെയാവണം, അതിലൂടെ ഒരു സമൂഹത്തിനെ എങ്ങനെ മാറ്റാം എന്ന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. CPIയുടെ നേതൃത്വത്തിൽ ദളിത് അവകാശ സംരക്ഷണ സെമിനാർ മാവേലിക്കരയിൽ നടത്തി. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദളിത് അവകാശ സംരക്ഷണ സെമിനാറാണ് മാവേലിക്കരയിൽ സംഘടിപ്പിച്ചത്. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വലിയ ലക്ഷ്യങ്ങൾക്കുള്ള ഇന്ത്യയിലെ 5-1 വിഭാഗം ദളിതരാണ്. 140 കോടി ജനങ്ങളിൽ 35 കോടി ജനങ്ങളെ മനുഷ്യരായി പരിഗണിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ ബാർ പാസ് a resolution how you can have a Manu statue in the High Court. Are we administering Manu? Are we living by Manu Dharma? There is no question. Some 4 years back, 2 women got into the statue and put the black paint on the Manu statue. Policemen arrested them, took them to the police station and recorded the statement. The Thana man asked the ladies, why did you put black paint? The 2 ladies gave a statement. KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സെമിനാറിൽ പങ്കെടുത്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളിൽ ദളിതരെ മന്ത്രിമാരാക്കുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കുറെ കാലം ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഈ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് 57 ഗവൺമെന്റിലെ ചാത്തൻ മാസ്റ്റർ, അതിനുശേഷം അച്യുതമേനോൻ ഗവൺമെന്റിലെയും അതുപോലെ തന്നെ വയനാട് ഗവൺമെന്റിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്ന, അങ്ങനെ തലയെടുപ്പോടുകൂടി നിന്ന് അതിനുശേഷം ഉണ്ടായിട്ടില്ല. അവിടെ നിങ്ങൾ ഇവിടെ ശ്രീമതി ഭാർഗവി തങ്കപ്പൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഇടയിൽ പിന്നെ വന്ന ഡെപ്യൂട്ടി സ്പീക്കർമാരെ നമ്മൾ പരിശോധിച്ചാൽ CA കുര്യൻ, മണ്ണാർഗഡ് നിന്നുള്ള ശ്രീ ജോസ് ബേബി, അവരൊക്കെ ഒഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ട് വരുന്ന ശ്രീ V ശശി, ഇപ്പൊ ശ്രീ ചിറ്റയം ഗോപകുമാർ,
അപ്പം ആ മേഖലയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ പട്ടിക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കറക്റ്റിംഗ് ഫോഴ്സായി ഞങ്ങളും നിൽക്കും, ഞങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടിയും നിൽക്കണം എന്ന അഭിപ്രായമാണ് എനിക്ക് ഈ സെമിനാറിൽ പങ്കുവയ്ക്കാനുള്ളത്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് മോഡറേറ്ററായി. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. ഉത്സവകാലത്തെ മടക്കയാത്രകൾക്കുള്ള ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവ് പ്രഖ്യാപിച്ച റെയിൽവേ. ഒക്ടോബർ 13-നും 26-നും ഇടയിൽ യാത്ര പോകുന്നവർ നവംബർ 17-നും ഡിസംബർ 1-നും ഇടയിൽ അതേ ട്രെയിനിൽ മടക്കയാത്ര ചെയ്താൽ ടിക്കറ്റിന്റെ 20% ഇളവ് നൽകുമെന്നാണ് റെയിൽവേയുടെ പ്രഖ്യാപനം. ഒക്ടോബർ 13-ന് തുടങ്ങുന്ന യാത്രയുടെ ടിക്കറ്റ് ഓഗസ്റ്റ് 14 മുതൽ റിസർവ് ചെയ്യാം. നവംബർ 17-ന് തുടങ്ങുന്ന മടക്കയാത്രയുടെ ടിക്കറ്റ് പിന്നീട് റിസർവേഷൻ തുടങ്ങുന്ന മുറയ്ക്കാണ് എടുക്കേണ്ടത്. പതിവ് ട്രെയിനുകൾക്കും ഉത്സവകാല പ്രത്യേക ട്രെയിനുകൾക്കും ഈ ഇളവ് ലഭിക്കും. എന്നാൽ തിരക്കിനനുസരിച്ച് ടിക്കറ്റ് ചാർജ് കൂടുന്ന രാജധാനി, ശതാബ്ദി, തുരന്തോ പോലുള്ള ട്രെയിനുകളിൽ ആനുകൂല്യം ലഭിക്കില്ല. 2 ടിക്കറ്റും കൺഫേം ആണെങ്കിലേ ഇളവിന് അർഹതയുള്ളൂ. ഇതോടൊപ്പം മറ്റ് ഇളവുകൾ ലഭിക്കില്ല. ഒരേ യാത്രക്കാർ ഒരേ ട്രെയിനിൽ ടിക്കറ്റും മടക്ക ടിക്കറ്റും എടുക്കുമ്പോഴേ ഇളവ് ലഭിക്കുകയുള്ളൂ. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന സ്റ്റേഷനുകളിലും മാറ്റമുണ്ടാകാൻ പാടില്ല. മടക്ക ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്കിന്റെ 20% ഇളവ്. ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റിൽ പിന്നീട് മാറ്റങ്ങൾ അനുവദിക്കില്ലെന്നും റെയിൽവേ വ്യക്തമാക്കുന്നു. കൗണ്ടറിൽ നിന്നോ ഓൺലൈനായോ ടിക്കറ്റ് എടുക്കാം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷവും വികാസ് സമാഹരിച്ച 25 ലക്ഷവും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചവറ വികാസ് കലാ സാംസ്കാരിക സമിതിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLAയുടെ വികസന ഫണ്ടിൽ നിന്നുള്ള 25 ലക്ഷവും വികാസ് സമാഹരിച്ച 25 ലക്ഷം രൂപയും വിനിയോഗിച്ചായിരുന്നു കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ഈ നിങ്ങളുടെ വികാസിന്റെ പുതുതലമുറയ്ക്ക് എന്നും അഭിമാനത്തോട് കാണാൻ പറ്റുന്ന കുറേ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിനെ, നമ്മുടെ കേരളത്തിനെ ഇങ്ങനെയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ഇവരെല്ലാം ഇവിടെ കാലുകുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്കും പറയാം. ചവറയിൽ കാലുകുത്തിയിരിക്കുന്നു ഞങ്ങൾക്കും അഭിമാനത്തോടു കൂടി പറയാം. അതിപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിനും ഡയബറ്റീസിനെതിരെ കോടിക്കണക്കിന് ജനങ്ങൾ ഇതിനോടൊപ്പം സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. അതിന് ചെറിയൊരു പങ്ക് വേണമെങ്കിൽ വികാസത്തിന് അവകാശപ്പെടാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ മഹത്തരമായിട്ടുള്ള ഓരോ പ്രോജക്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തി. അപ്പോൾ ചവറ വികാസിനെ പോലുള്ള ഒരു സ്ഥലത്ത് ഇവരെല്ലാവരും ഒത്തുകൂടണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക സമിതിയിൽ എല്ലാവരും ഒത്തുകൂടണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രാധാന്യമുള്ള ഒരു സമിതി ആയതുകൊണ്ടാണ് എന്നതാണ് അത് വ്യക്തമാക്കുന്നത്. അങ്ങനെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും നമുക്ക് ഇത്തരം ചില കേന്ദ്രങ്ങൾ വികസിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക മേഖലയാണ് ഗ്രന്ഥശാല രംഗം. 9000-ലധികം ഗ്രന്ഥശാലകൾ കേരളത്തിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഗ്രന്ഥശാലകൾ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും കേരളത്തിൽ ഗ്രന്ഥശാലകളിൽ നിന്ന് ഒഴിഞ്ഞു പ്രവർത്തിക്കാൻ പറ്റില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ, KSFE ചെയർമാൻ K വരദരാജൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി V വിജയകുമാർ, ചവറ KS പിള്ള, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീഗം അബീന S, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം C വസന്തകുമാർ എന്നിവർ പങ്കെടുത്തു. മുൻ പ്രസിഡന്റ് G ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രസിഡന്റ് C സുധീഷ്, സെക്രട്ടറി അശ്വിൻ ബാബു, മുൻ സെക്രട്ടറി ശ്രീ ഹരിരാജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. നൂർനാട് ITBP ബറ്റാലിയന്റെ നേതൃത്വത്തിൽ ഉദ്ബോധന റാലി നടത്തി. ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. രാജ്യത്തോട് ഐക്യവും ദേശസ്നേഹവും അഭിമാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂറിനാട് ITBP 27-ാം ബറ്റാലിയന്റെ നേതൃത്വത്തിലാണ് ഉദ്ബോധന റാലി നടത്തിയത്. ക്യാമ്പങ്കണത്തിൽ നിന്നും ആരംഭിച്ച് പാറ ജംഗ്ഷൻ നൂർനാട് വഴി പള്ളിമുക്ക് വരെ പോയി തിരികെ ക്യാമ്പിൽ
റാലി സമാപിച്ചു. കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശാനുസരണം ഡെപ്യൂട്ടി കമാൻഡന്റ് മനോജ് പി, അസിസ്റ്റന്റ് കമാൻഡന്റ് ലിയോ മാത്യൂസ് കുര്യൻ, ഡോക്ടർ സ്വാതി ബാലചന്ദ്രൻ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. ഓരോ കേന്ദ്ര സേനയ്ക്കും അതതിൻ്റെതായ വ്യക്തമായ റോളുണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിനായ മലയാളികൾക്ക് ഒരു ഹോം പോസ്റ്റിങ്ങിനും ഒപ്പം ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ബോർഡർ പോസ്റ്റിങ്ങിന് ശേഷം റെസ്റ്റ് ആൻഡ് റിക്യൂപ്പറേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവൻ ബലിയർപ്പിച്ച അനേകം ധീര രക്തസാക്ഷികളുടെ ത്യാഗത്തിന്റെ പ്രതീകം കൂടിയാണ് ഈ ആഘോഷമെന്ന സന്ദേശത്തോടൊപ്പം ഓരോ ഭാരതീയ കുടുംബവും അഭിമാനത്തോടെ ദേശീയ പതാക അവരവരുടെ വീടുകളിൽ ഉയർത്തി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ അഭിമാനത്തോടെ പങ്കെടുക്കാനാണ് ITBP റാലിയിലൂടെ പൊതുസമൂഹത്തെ ഉദ്ബോധിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിലെ രാജ്യത്താകമാനം നടന്ന ക്രമക്കേടുകളെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ. കായംകുളത്ത് കോൺഗ്രസ് നേതാവ് PS ബാബുരാജ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്തിയ കമ്മീഷണർമാർ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷത പുലർത്താത്തതിന്റെ പ്രകടമായ ഉദാഹരണമാണ് വോട്ടർ പട്ടികയിൽ രാജ്യത്താകമാനം നടന്ന ക്രമക്കേടുകൾ കാണിക്കുന്നതെന്ന് KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷത ബോധ്യപ്പെടുത്തിയ ശേഷനെ പോലെയുള്ള കമ്മീഷണർമാർ ഉയർത്തിപ്പിടിച്ച ഭരണഘടനാ മൂല്യങ്ങൾ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കായംകുളത്ത് കോൺഗ്രസ് നേതാവായിരുന്ന PS ബാബുരാജിന്റെ 1ാമത് ചരമവാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VM സുധീരൻ. തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച ആത്മാർത്ഥതയുള്ള നേതാവായിരുന്നു ബാബുരാജ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ഏത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും അതിനോട് 100% നീതി പുലർത്തുന്ന, അത് അങ്ങേയറ്റം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പിന്നീട് ബാബുരാജ് MSN കോളേജിലെ യൂണിയൻ ചെയർമാനായി ASU ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ASUവിൻ്റെ അറിയപ്പെടുന്ന നേതാവായി മാറി. പിൽക്കാലത്ത് സംസ്ഥാന വ്യാപകമായി കേന്ദ്രീകരിക്കാനുള്ള, പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉയർന്നു വന്നെങ്കിലും അദ്ദേഹം കായംകുളം കേന്ദ്രമാക്കി പ്രവർത്തിക്കാനാണ് തയ്യാറായത്. KPCC മുൻ പ്രസിഡന്റ് MM ഹസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു. T സൈനുലാബുദ്ദീൻ, ജോൺസൺ എബ്രഹാം, T ശരത്ചന്ദ്ര പ്രസാദ്, KC രാജൻ, E സമീർ, NDV, കറ്റാനം ഷാജി, A ത്രിവിക്രമൻ തമ്പി, മാന്നാർ അബ്ദുൽ ലത്തീഫ്, എബി കുര്യാക്കോസ്, കിഷോർ ബാബു, LK ശ്രീദേവി, U മുഹമ്മദ്, വേലഞ്ചിറ സുകുമാരൻ, AJ ഷാജഹാൻ, ശോഭ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയം ഉയർത്തിയാണ് ക്യാമ്പയിൻ. കടലിൽ മുങ്ങിയ കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും അവശിഷ്ടങ്ങളിൽ മത്സ്യബന്ധന വലകൾ കുരുങ്ങുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ വലകൾക്ക് നാശം സംഭവിക്കുന്നത് പതിവ്. അഴീക്കലിൽ നിന്നും കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബോട്ടിന്റെ വലകളും നശിച്ചു. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ മനസ്സ് ബിഷപ്പ് രഹിത നാട് പദ്ധതികൾക്ക് തുടക്കം. സഹപാഠിക്കൊരു കൈത്താങ്ങ് പദ്ധതിക്കും തുടക്കമായി. SPC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.